അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ. സ്തുതിയോടെ കൈകൂപ്പി നിൽക്കുന്നിതാ, ശരണാർത്ഥികൾ ഞങ്ങൾ തിരുമുൻപിലാ. സങ്കടക്കാസകൾ സ്വീകരിക്കണമേ, സാന്ത്വനം നീ പകർന്നിടണമേ. സങ്കടക്കാഴ്ച സ്വീകരിക്കണമേ, സാന്ത്വനം നീ പകർന്നിടണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സങ്കീർത്തകരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവേ, എന്റെ ദൈവമേ, എന്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. അങ്ങയുടെ വാക്കുകൾ എനിക്ക് മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ഈശോയുടെ കൽപ്പന സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അൽഫോൻസാമയെ കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉപകരണങ്ങളായി വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനോടെപ്പോഴും വിശ്വസ്തയായി ജീവിച്ച അൽഫോൻസാമേ, കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒന്നുമോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച് ജീവിച്ച അൽഫോൻസാമേ, അനുദിന ജീവിതത്തിലെ സുഖദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും ദൈവഹിതത്തിന് വിധിയപ്പെട്ട് ജീവിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതാപിതാക്കന്മാരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സാമ്പത്തികമായ ക്ലേശങ്ങൾ, കടബാധ്യതകൾ എന്നിവയിൽ കഴിയുന്നവർ, ഉപജീവനത്തിനാവശ്യമായ ജോലികളില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഭവനരഹിതർ, ആശയറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അവർ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥന, കൗദാശിക ജീവിതം എന്നിവയിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും മദ്യം, ലഹരി, മയക്കുമരുന്ന്, മറ്റു ദുശീലങ്ങൾ എന്നിവയ്ക്ക് അടിമകളായി ജീവിക്കുന്നവരെയും മാനസാന്തരത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസതീഷ്ണതയും നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഭിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. അൽഫോൻസാമേ,
വിശുദ്ധിതൻ പനിനീരു നിറയട്ടെ നമ്മളിലും. അൽഫോൻസാമതൻ വിശുദ്ധിതൻ പനിനീരു നിറയട്ടെ നമ്മളിലും. സ്വർഗീയ വഴിയിലൂടെ ഈ യാത്ര തുടരാനായി, സ്വർഗീയ വഴിയിലൂടെ ഈ യാത്ര തുടരാനായി, സഹനങ്ങളാലിത് ചൂടിയ സൂനം സ്നേഹസുഗന്ധിയായി, സ്നേഹസുഗന്ധിയായി. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ, ഭാരതസഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ലോകം മുഴുവനെയും ഞങ്ങൾ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു. ഓ സഹനത്തിന്റെ പുത്രി, ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവപരിപാലന ദർശിക്കുവാനും അവിടുത്തെ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനും അവസാനം നിന്നോടുകൂടി സ്വർഗത്തിൽ എത്തിച്ചേരുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനും അനുഗ്രഹസമ്പന്നനുമായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ അങ്ങ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അൽഫോൻസാമയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകിയ കർത്താവേ, ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ നോവേനെ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഭാരതസഭയുടെ പൂമടിയിൽ ഭരണങ്ങാനും പൂവനിയിൽ പുഞ്ചിരി തൂകിയ പൊൻപൂവേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഭാരതസഭയുടെ പൂമടിയിൽ ഭരണങ്ങാനും പൂവനിയിൽ പുഞ്ചിരി തൂകിയ പൊൻപൂവേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരമപിതാവിന് സ്വയമേകി പീഡകളിൽ നിവൃത്തി തേടി, പരിഭവമെന്ന പദം പോലും പാരിതിരുരിയാടാത്തവൾ നീ, പാതകളിൽ കൂട്ടായി വരണേ പുണ്യവതി അൽഫോൻസാമേ. ഭാരതസഭയുടെ പൂമുടിയിൽ ഭരണങ്ങാനം പൂവനിയിൽ പുഞ്ചിരി തൂകിയ പൊൻപൂവേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.